ഹലോ, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിൽ ഒരു കിടിലൻ കൊമേഡിയനും ഒരു സൂപ്പർ പാട്ടുകാരനുമാണ്. നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം. കണ്ണൻ സാഗറിന്റെയും പ്രദീപ് പള്ളുരുത്തിയുടെയും. പ്രദീപ് ഏട്ടൻ്റെ മമ്മൂക്കയായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഞങ്ങൾക്ക് ആരാധകർക്ക് ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ചേട്ടാ കരിയർ കിടക്കുന്നത്. ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ്? അതെ, വളരെ യാദൃശ്യമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം സത്യത്തില്. ഞാനിപ്പോ ആദ്യത്തെ സിനിമ പാടുന്നത് ഇപ്പോ അലക്സിയേട്ടന്റെ ഒരു ഇഷ്ടം കൊണ്ടും അതുപോലെ ലാലേട്ടന്റെ ഇഷ്ടം കൊണ്ടും ആ പടത്തിന്റെ ഡയറക്ടറായ ഷാഫി നമ്മുടെ സാറിന് അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ടൊക്കെയാണ് ആ പടത്തിന് അങ്ങനത്തെ ഒരു സംഭവം കിട്ടിയത്. അതിനുശേഷം പാണ്ടിമേളം എന്ന് പറഞ്ഞ പാട്ട് മറ്റേ രാജമാണിക്യത്തിലേക്ക് വരുമ്പോ എനിക്ക് ഇപ്പൊ ഞാനൊരു പുതിയ പാട്ടുകാരനാണ്. ഒരു ഫുൾ സോങ് ഒരു പുതിയ പാട്ടുകാരനെ കൊണ്ട്, അതും ഇത്രയും വലിയൊരു നടൻ്റെ സിനിമയിൽ പാടാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. ആ സിനിമ ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അത് എൻ്റെ ഭാഗ്യം കൊണ്ടും എൻ്റെ തലവര കൊണ്ടും മറ്റ് ഒരുപാട് ആളുകളുടെ ഭാഗ്യം കൊണ്ടുമൊക്കെ ആ സിനിമ ഹിറ്റാവുന്നു. അപ്പോൾ ആ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മമ്മൂക്കയ്ക്ക് ഈ പുതിയ ആൾക്ക് പകരം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടുകാരനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിക്കാം, സജസ്റ്റ് ചെയ്യാം, ഇല്ലേ? അതിന്റെ ഡയറക്ടർക്കും അതിന്റെ നിർമ്മാതാവിനും ഒക്കെ സജസ്റ്റ് ചെയ്യാം, ഇയാൾ വേണ്ട എന്ന് പറയാം. പക്ഷെ അവിടെ അവരെല്ലാവരും കൂടിയാണ് എന്നെ സഹായിച്ചത്. അപ്പൊ മമ്മൂക്ക് പറയാണ് ഇത് വേറൊരാളെ കൊണ്ട് പാടിപ്പിക്കുന്നു പറഞ്ഞാൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അത് പിന്നെ പിറ്റേ ദിവസം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോ അങ്ങനെ മമ്മൂക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരുപക്ഷെ നമ്മളോട്, ഞാനും മമ്മൂക്കനെ കണ്ടാൽ നമ്മൾ ശരിക്കും പറഞ്ഞ് ഞാൻ അടുത്തെന്ന് വർത്തമാനം പോലും പറയില്ല. കാരണം വെച്ചാൽ എനിക്കത് പേടിയാണ്. കാരണം ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു പേടിയുണ്ട് നമുക്ക്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പല സന്ദർഭങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് ഒരു സംഭവം ഞാൻ പറയാം. വളരെ വേണ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഒരു സംഭവം മാത്രം ഞാൻ പറയാം. ദുബൈയിൽ ഒരു വലിയ ഷോ നടക്കുകയാണ്. ഒരു പ്രമുഖ ചാനലാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അന്ന് മമ്മൂക്കുണ്ട്. മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ പാടിയിട്ടുള്ള പല പാട്ടുകാരും ഉണ്ട്, പാടാത്ത പാട്ടുകാരും ഉണ്ട്. 10-19 പാട്ടുകാർ ആ വേദിയിൽ പാടുന്നുണ്ട്. പക്ഷെ ഞാനില്ല. ആ സമയത്ത് ഞാൻ മമ്മൂക്കയുടെ 6 പടങ്ങൾ പാടിക്കഴിഞ്ഞു. ഈ 6 പടങ്ങളിൽ 5 പാട്ടും ഹിറ്റാണ്, ഹിറ്റ് ചാർട്ടിൽ വന്ന പടങ്ങളാണ്. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നി ശരിക്കും. എടാ, ഞാൻ മാത്രം ഇല്ലാണ്ടായിപ്പോയി, എനിക്ക് ശരിക്കും പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊരു സംഭവം വന്നു. ഞാനത് മമ്മൂക്കയുടെ കൂടെയുള്ള ജോർജ് ചേട്ടനോട് പറഞ്ഞു. ഒരു തവണ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു സങ്കടമുണ്ട് പറയാനായിട്ട്, ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അത് മമ്മൂക്ക അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിച്ചു. പക്ഷേ അടുത്ത വർഷം ആ ഷോയില് 3 പാട്ടുകാരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് തമിഴിൽ നിന്ന് കാർത്തിക്, ശ്വേത, പ്രദീപ് പള്ളുരുത്തി. അത് മമ്മൂക്കയുടെ ഇടപെടലല്ലാതെ വേറെ ആരുടെ ഇടപെടലാണത്? തീർച്ചയായിട്ടും ഞാൻ മമ്മൂക്കയുടെ പടത്തില് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടോ, തോപ്പിൽ ചോപ്പൻ ഒറ്റ സീന. അപ്പൊ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, എനിക്കുള്ള കുഞ്ഞൊരു അനുഭവമാണ്. അപ്പൊ ആ പടത്തിനകത്ത് ചെറിയ വേഷം എൻ്റെ ഒരു സുഹൃത്ത് ജോണി ആന്റണി അദ്ദേഹത്തോട് പരിചയപ്പെടുത്തിയിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്നിരിക്കുക. ഒരു ഷാപ്പിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം കുറച്ച് പേര് നിൽക്കുന്നിടത്താണ് നിൽക്കുന്നു. അശോചാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോ സമയം പോലും നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. വെള്ളം ചോദിച്ചോട്ടാ അവിടെ ഉണ്ട് കേട്ടോ, പോയി കുടിച്ചോ, ഇങ്ങനെയാണ്. അപ്പൊ വലിയ ഇതൊന്നുമല്ല. അപ്പൊ കസേര ഇട്ട് ആൾക്കാർ ഒത്തിരി പേര് ഇരിക്കുന്നിടത്ത് മാറിയിട്ടിരിക്കണം, ഇങ്ങനൊക്കെ ഒരു മാനസികമായിട്ടൊരു വിഷമം. അപ്പൊ അങ്ങനെ ഇപ്പൊ അവിടെ മമ്മൂക്ക വരുന്നിടത്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക. ഇവര് അദ്ദേഹം ഇറങ്ങിയിട്ട് യാത്ര ജീപ്പേ കയറി പോകുന്ന സീൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിൽ ഓക്കെ ആക്കി വെച്ചു. ഓരോരുത്തരുടെ മൂവ്മെന്റ്സും നിൽക്കേണ്ട പൊസിഷനും എല്ലാം നോക്കി കഴിഞ്ഞിട്ട് മമ്മൂക്ക വന്നു. അപ്പൊ ഞാൻ മൊട്ടയടിച്ചിട്ട് ശാല മുടി കിളുത്തിട്ടുണ്ട് അന്നിരിക്കുക. ഒരു കപ്പ്യാരായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെ മമ്മൂക്ക നിന്ന് കഴിഞ്ഞിട്ട് എന്നോട് നോക്കിട്ടു, ആ എന്നാടാ മൊട്ടയടിച്ചോ എന്ന് മമ്മൂക്ക ചോദിച്ചു. അത് സ്ഥലയ്ക്ക് സുഖമില്ല. ഞാൻ അല്ല, പഴനി പോയി നേർച്ചയുണ്ടായിരുന്നു, ഇത് കൊള്ളാം, ഇതാ നല്ലത്, ഇപ്പോഴെൻ്റെ മുഖം ഒന്ന് കാണുന്നത്. എനിക്കൊന്ന് മമ്മൂക്കയായി പറയുന്നത് എനിക്കങ്ങ് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയാ. കാര്യം വലിയൊരു നടൻ നമ്മളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ. പിന്നെ ഈ അന്നമാണ് സത്യം. ഞാൻ ആ സീൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്നെ
നിർത്തിയിട്ടില്ല. ഒരു പയ്യൻ കസര കൊണ്ട് പുറകെ നടക്കുക, ചേട്ടാ ഇരിക്കേട്ടാ, എനിക്ക് എനിക്ക് ജ്യൂസ് കൊണ്ടു തരുന്നു. ഞാൻ സത്യം കേട്ടോ, ഞാനത് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഏത് തരത്തിൽ നേരെ മറിയുക. അതെ അതെ അതെ. അപ്പൊ നമ്മള് മമ്മൂക്കയുടെ സ്വന്തം ആളാന്നുള്ള ഇത് ഞാൻ ഷാർലയില് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, 2 പടത്തിൽ ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ കണ്ടു കാണുമായിരിക്കും, പിന്നെ കോമഡി പരിപാടിയൊക്കെ കാണുന്ന ആളാണ്, അങ്ങനെ കണ്ടായിരിക്കും. എന്തോ വലിയ അടുപ്പമുള്ളത് പോലെ എന്നോട് സംസാരിച്ചപ്പോ തന്നെ സെറ്റുള്ളവരും കിടിയും എല്ലാവരും കിടിയും. അപ്പൊ നമ്മളെന്തോ ആണെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ രാജാവായിരുന്നു അവിടെ. ആ സീൻ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവര് വലിയ സന്തോഷമായിട്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, മമ്മൂക്കയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു പാട്ട് പാടണമെന്നോ. പിന്നെ പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. വ്യത്യസ്ത ഒരു പാട്ട് പാടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയ ഒരു പാട്ടുണ്ടല്ലോ ചേട്ടന്റെ കരിയറില്. ആ പാട്ടൊന്ന് പാടിക്കുക. അയ്യോ, ആ പാട്ട് പാടിയപ്പോഴാണ് നമ്മുടെ തലവര മാറിയത് അല്ലേ? സത്യം കേട്ടോ, ശരിക്കും. ഏട്ടനെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി പാട്ട്. എന്റെ 10ാമത്തെ സിനിമയിലെ പാട്ടാ അത്. ഓ ശരി. കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിലെ പാട്ട്. കഥ പറയുമ്പോൾ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. കണ്ണൻ ചേട്ടന്റെ മുടി ചേട്ടന് ഭയങ്കര ഒരു ഐഡന്റിറ്റി ആണല്ലേ? മുടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയും. മുടി ഉണ്ടായിരുന്നു, ഇടയെല്ലാം ഉണ്ടായിരുന്നു, താടി മുടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മുടിയുമാണ്, ചുരുണ്ട മുടിയാണെങ്കിൽ ഇങ്ങനെ കിടക്കണ മുടി അല്ലേ? നല്ല രസമുള്ള ഈ മറ്റേ ജെൻസി പിള്ളേരുടെ ടൈപ്പ് മുടിയാണ് ചേട്ടന്റെ. അമ്മുക്ക പോലും കണ്ടപ്പോ മുടി പെട്ടെന്ന് അന്ന് മമ്മൂക്ക പറഞ്ഞ മുട്ട മുട്ടയായിരുന്നു. മുട്ട അടിച്ചപ്പോ കണ്ടപ്പോ ഞാൻ ഷാർലിയില് മുടി ഉണ്ടായിരുന്നു, അപ്പൊ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും തോന്നുന്നു എന്ന് പറഞ്ഞു. ദുൽഖറിനോട് 2 സിനിമ ചെയ്തു, ABCD ചെയ്തു, പിന്നെ മഞ്ജു ചേച്ചിയുടെ കൂടെ ഉദാഹരണ സുജാത സുജാകുരുട്ടി. അത് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ, കേക്കട്ടെ. ഇത് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചേട്ടനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. ഞാൻ ഒരു ദിവസം ചുമ്മാ ഇരുന്നപ്പോ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അദ്ദേഹം ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിലൊന്ന് അഭിനയിക്കണം, മിമിക്രി കൊണ്ട് നടക്കുക. വേണം പുള്ളി ചിരിച്ചു. ഇപ്പൊ തോന്നുന്നത് ഞാൻ പറഞ്ഞു തോന്നിയതാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അപ്പം ചാർലി തുടങ്ങാൻ പോവാ. അത് കാരണം അതിനകത്തൊന്നും ഇല്ല, ചെറിയ വേഷങ്ങളൊന്നും ഇല്ല, എല്ലാം കിഡ്സ് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. തമിഴ് പറയും ചോദിച്ചു. തമിഴ് തട്ടിമുട്ടിയും പറയും. എന്നാ 2 തമിഴ് പറ. ഞാൻ പറഞ്ഞു എന്നാ പറയും? എന്തായാലും കുഴപ്പം, എന്തായാലും ചോദിച്ചാൽ അന്നേരം പറയണം. ഞാൻ പറഞ്ഞു ഉനക്ക് സൗഖ്യമാർക്കാ എന്ന് ചോദിച്ചു. പറഞ്ഞു ശരി സൗഖ്യമാർക്കാ, ഇത്രയൊക്കെ മതി. തമിഴ് കുറച്ചൊക്കെ ഒന്ന് വശമാക്കി വെച്ചോണം. ഒരു തമിഴിന്റെ ഒരു വേഷമുണ്ട് അതിനകത്ത്, ഡയലോഗ് കുറവാണ്, പക്ഷെ വല്ലപ്പോഴും ഇങ്ങനെ ഫ്രെയിമിൽ വന്ന് ഇറങ്ങി പോകും, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നൊരു തമിഴ് മരുതെന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയും. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച ചിലപ്പം ഇതൊക്കെ നല്ല കണക്ഷനുള്ളതല്ലേ, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടും. അപ്പൊ പറഞ്ഞെങ്കിലും ചിലപ്പോൾ മറിഞ്ഞു പോയി എന്ന് വിചാരിച്ചു. പക്ഷെ സുപ്രാത്തി വിളിച്ചു, അവിടെ പീരുമേടായിരുന്നു, അത് 12-13 ദിവസം നെടുമുടി വേണിച്ചേട്ടൻ അദ്ദേഹം ഉണ്ടായിരുന്നു. കുറേ ആർട്ടിസ്റ്റുകൾ, പ്രായമുള്ള കുറേ കലാകാരന്മാരുണ്ട്, ആദിനാട് ശേഷിച്ചേട്ടന്, പിന്നെ കുറേ കോട്ടയത്തുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ദുൽഖർ ഇടയ്ക്ക് വരും, അന്ന് കെട്ടിപ്പിടിച്ച് മരുത ഉണക്ക് സുമാടാ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ചലഞ്ചായത്. പക്ഷെ പിന്നീട് പടം ഇറങ്ങി ഹിറ്റായി, ഭയങ്കരമായിട്ട് ഓടി, 140 ദിവസം കൊണ്ട് സിനിമ ഓടി. അപ്പൊ ഞാൻ അതുപോലെ ഉദാഹരണം ചെയ്യാതെ 125 ദിവസം ഓടിയതാ. അത് കഴിഞ്ഞ് ഒരു ദിവസം മാർട്ടിൻ പ്രക്കാടിനെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു വേറെ പടമൊന്നും ആയില്ലേ എന്ന് പറഞ്ഞു. ഒന്നും ആയില്ല, വിളിക്കുന്നില്ല. ഷാർലിയിലൊക്കെ നന്നായിട്ട് ചെയ്തല്ലോ കണ്ണാന്, കുഴപ്പമില്ല ചെയ്തത്, പിന്നെ എന്തായാലും വിളിക്കാത്ത? ഞാൻ പറഞ്ഞാൽ അറിയില്ല, എന്താണെന്ന് അറിയില്ല, എനിക്ക് അതിന് മുമ്പ് എങ്ങനെ വലിയ പരിചയമില്ല. ചാനലിലുള്ള കുറേ സൗകര്യങ്ങളെ അറിയാം, പക്ഷെ സിനിമക്കാരെ കുറച്ച് പേരൊക്കെ അറിയെങ്കിൽ അവരൊക്കെ ഇതാന്ന് പറയും. ഞാൻ നോക്കട്ടെ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വേറെ വേഷങ്ങളൊന്നും
ഈ സിനിമയിൽ മിക്കവാറും ഒരു വേഷം ചെയ്യുകയോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണക്ഷൻ ഇങ്ങനെ പതുക്കെ 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 ആ ക്രൂവിന്റെ കണക്ഷൻ വരും. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്, വിളിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ അത് ചിലപ്പോ വേറെ കാര്യമുണ്ട്, ഈ നിരന്തരമായ ഒരു ശ്രമവും കൂടി ഇതിനകത്ത് വേണമല്ലോ. അപ്പൊ നമ്മളെ ജീവിതത്തിന്റെ മറ്റു മേഖലകൾ നമ്മൾ ശരിപ്പെടുത്താൻ വേണ്ടി നടക്കുമ്പോ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റാണ്ട് വരും. ഇതിലേക്ക് പോകാൻ പറ്റാണ്ട് അത് തന്നെ അങ്ങനെ അല്ല അത് തന്നെ അങ്ങനെ പോകാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ആ കണക്ഷൻ കട്ടായി പോകും. 12 വർഷമായിട്ട് ഒരാൾ കട നടത്തിക്കൊണ്ട് സത്യഘട്ടം പറഞ്ഞ അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിയുന്നത്, അത് യാദൃശ്യമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതാറുണ്ട്. ഞാനിങ്ങനെ കടയുടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കട തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ അപ്പം അവിടെ വരുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ഇടപെടലും ഒക്കെ കുഞ്ഞൊരു തമാശ വെച്ച് ഞാൻ എഴുതിയതാണ്. അപ്പം ഈ വിഷുവിനൊന്ന് ഒരു ചേച്ചി കടയിൽ വന്നിട്ട് 1 കിലോ അരി ചോദിച്ചു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് അരി എടുക്കുന്ന കൊടുത്തി, ഇന്ന് വിഷുവായിട്ട് ചോദിച്ചാൽ അരി മേടിക്കുന്നു. വീട്ടിൽ അരിയല്ല കാണാം, 2-3 വീട്ടിൽ വേലയ്ക്ക് പോകുന്ന ആ ചേച്ചി. അപ്പൊ അവിടുന്ന് ഭക്ഷണം വേണം എടുക്കാൻ എന്തോ. അപ്പൊ ഞാൻ ഈ അരി കൊടുത്ത് എനിക്കൊരു സങ്കടം. ഞാൻ പറഞ്ഞു ചേച്ചി കറി വെക്കാൻ എന്തെങ്കിലും വേണ്ട. വേണമെന്നില്ല, മതി പച്ചക്കറി കൊണ്ട് കൊണ്ടുപോകും. അതൊക്കെ ബാധ്യതയാകും, കാരണം സാമ്പത്തികമൊക്കെ എന്തോ മനസ്സിന് വിഷമം. എനിക്കൊന്നും സങ്കടവും. ഞാൻ അരി കൊടുത്തു. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ ചേച്ചി എന്ത് വേണമെങ്കിലും ഇവിടുന്ന് എടുക്കാം, ഞാൻ തരാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട ഒന്നും വേണമെന്ന് പറഞ്ഞ് ഈ അരിയും പിടിച്ചോണ്ട് ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആലോചിച്ചു, ഇതുമേ നമ്മൾ വിഷു എന്നൊക്കെ പറഞ്ഞു അന്ന് എൻ്റെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പപ്പടവും പരിപ്പും ഇതൊക്കെ ഇട്ട് എല്ലാം വൈഫോട്ട് ഉണ്ടാക്കുന്നുണ്ട്, മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഒന്നുമില്ലാത്ത എത്രയോ പാവങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ചുമ്മാ ഒന്ന് എഴുതിയതാണ്. പക്ഷെ അത് വൈറലായി. അതുകൊണ്ട് 6-7 മില്യൺ ആൾക്കാരുള്ള അത് വായിച്ചു കണ്ടു എന്നുള്ള. അങ്ങനെയാണ് ഒരു ചാനൽ ടീമുകൾ വന്നിട്ട് എൻ്റെ ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂ കൂടിയാണ് കട മൊത്തം കാണിച്ച് പിന്നെ അവര് എന്നെ അങ്ങ് വലിച്ചു. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞ നിനക്ക് കട തുടങ്ങിയപ്പോ ഇവന്റെ ചുറ്റും കുറെ കടകളുണ്ടായിരുന്നു, അവരൊക്കെ പൂട്ടിപ്പോയി. ശരിക്കും ഇവൻ സന്തോഷിച്ചു. ഈ കട അവരൊക്കെ പൂട്ടിപ്പോയപ്പോ സന്തോഷിച്ചെന്ന് വെച്ചാല് എനിക്ക് കച്ചവടം കൂടുതൽ കിട്ടുമല്ലോ എന്ന്. പിന്നെ ഇവൻ കട ഉഷാറായപ്പോഴും മനസ്സിലായത് അവരൊക്കെ എന്തുകൊണ്ടാ പൂട്ടിപ്പോയതെന്ന്. കാരണം അവിടെ കടക്ക് പൂട്ടിപ്പോയതാ, എല്ലാരും കടമൊന്നും വാങ്ങിക്കും പൈസ കൊടുക്കൂല. അപ്പൊ അങ്ങനെ അതിനുശേഷം ചേട്ടൻ ഈ കടത്തിന്റെ കാര്യം പറഞ്ഞ അതിനുശേഷം വൈറലായ പോസ്റ്റിന് ശേഷം വേറൊരു പോസ്റ്റ് ഇട്ടല്ലേ? അപ്പൊ ചേട്ടൻ പറഞ്ഞല്ല സംഭവം. 1-2 കടയുണ്ടായിരുന്നു, അവര് പൂട്ടി, ഈ കടം കരുതനാ. അപ്പം നമ്മള് ഈ പോസ്റ്റും വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ദൂരെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ കണ്ണൻ സാഗറിന്റെ കട കാണണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ പേര് വരാം. വരുന്നവര് കൈവീശി പോകാറില്ല, പിന്നെ അതിലൊക്കെ മേടിച്ചോണ്ട് പോകും. പിന്നെ നല്ല സെറ്റപ്പായി ഇങ്ങനെ നിന്നു. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അയലോക്കത്തുള്ളവരൊക്കെ, അയലോകത്ത് കുറച്ച് ദൂരമൊക്കെ ഉള്ളവരൊക്കെ കടം മേടിയില്ല. ഞാനവിടെ ഉണ്ടെങ്കിൽ കണ്ണൻ മറ്റേ കണ്ടു കേട്ടോ, അയ്യോ സങ്കടം തോന്നി, സന്തോഷം തോന്നി, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു 2 കിലോ അരി തന്നാല് പൈസ പിന്നെ ഈ പരിപാടിയാ. വൈഫ് എന്നോട് പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ പോയി ഞാൻ ഇവിടെ ഇരുന്നോളാം. അവള് ഇത് മേടിച്ചെടുക്കും, പൈസ മേടിച്ചെടുക്കും. അങ്ങനെ അപ്പം ഇപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ പിന്നെ വരുന്നവരൊക്കെ മഴയും പിടിച്ചൊക്കെ ആർക്ക് പണിയില്ലാത്തവരൊക്കെ ആയിരിക്കും. അത് ചോദിക്കുമ്പോൾ ഞാൻ റെഡി ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഈ വിടവ് നോക്കി ഞൊഴഞ്ഞു കയറുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ ഒന്ന് കൊടുത്താൽ പിന്നെ അവരത് മേടിച്ചെടുക്കും, പൈസ തരത്തുമില്ല. പിന്നെ ഉടക്കിയിട്ട് അടുത്ത കടയിൽ പോയി മേടിക്കും. നമ്മളോട് പൈസ തരാനായിട്ട് അവർ അടുത്ത കടയിൽ പോയി മേടിക്കും. അവിടെ നിന്ന് അടി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം വന്ന് കുറച്ച് ദിവസം വന്നിട്ട് അവരെ കുറിച്ച് കുറ്റം പറയും. അവരങ്ങനെ എങ്ങനെയാന്ന് പറയും. അങ്ങനെയാണ് പലവിധ ആൾക്കാർ ഈ കട വരുന്നത്. കട ഒരു വലിയൊരു സംഭവമാണ്. ചാനൽ പരിപാടിയിലൂടെ ചേട്ടൻ അത്രയും ഭയങ്കരമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തു ചേട്ടനെ സന്തോഷത്തോടുകൂടി. ചാനലുണ്ട്, സന്തോഷമാണ്. ഈ ഉദാഹരണത്തിന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെയാണ് മഞ്ചേച്ചി ഒരു പടം ചെയ്തായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ചതുർമുഖം. അതിനകത്ത് ചേച്ചിയുടെ മാനേരം എന്നെ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞാണ്, ചേച്ചി പ്രൊഡ്യൂസർ പറഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് ഒരു വിഷം ചെയ്തായിരുന്നു. അത് ജീവിതത്തിൽ വലിയൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. കാരണം മഞ്ജു ചേച്ചി പറഞ്ഞിട്ട് വിളിക്കാതെ. പിന്നെ മേഹു മൂസ എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് ഇതുപോലെ ഓഡിഷൻ കണ്ടു ഇങ്ങനെ തുടങ്ങുന്നു. ഞാനങ്ങനെ
ഓഡീഷനിനകത്ത് എൻ്റെ ഒരു കുഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഇട്ട് കൊടുത്തു. ഇപ്പം ആ അസിസ്റ്റന്റ് പയ്യൻ പറഞ്ഞു ഇന്ന ദിവസം ഓഡീഷനുണ്ട്, എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം ഇവർക്കൊക്കെ എന്നെ അറിയാം, ജിബി ജേക്കബ് ഒക്കെ ഉണ്ട്. ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു അത് ഇപ്പോൾ കുറച്ച് പേര് ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നു. പിന്നെ ഞാൻ ചെന്ന് കയറി. അപ്പോൾ ഇവിടെ ഒരു ബോർഡിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുടെ പേരുകളും, സുരേഷ് ഗോപി, മേഘു മൂസ, ഇങ്ങനെ ഓരോരുത്തർ പേര് എഴുതി വെച്ചിരിക്കുന്നു, ഓരോ ക്യാരക്ടറുകളുടെ. അപ്പോൾ ഒരു ബാർബർ എന്നിട്ടിട്ടുണ്ട്, മുടിവെട്ടുകാരൻ. അവിടെ ബ്ലാങ്ക, അവിടെയും പിന്നെ വേറൊരു പേരുണ്ട്. അവിടെ രണ്ടിടത്തും പേരുകളില്ല, ബാക്കി എല്ലായിടത്തും ആർട്ടിസ്റ്റുകളുടെ പേരുണ്ട്. എന്നോട് പറഞ്ഞു പോലെ എന്നാ മുടി വെട്ടാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അറിയില്ല. കണ്ടിട്ടുണ്ടോ? അപ്പം പിന്നെ മുടി വെട്ടുന്നത് എൻ്റെ വെട്ടുന്ന കണ്ണാടി കൂടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ശരി, അപ്പം ആ ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ, അറിയാം. അപ്പം അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി ഒരാൾ വരുന്നു, വർഷങ്ങളായിട്ട് താടി മുടിയൊക്കെ വളർത്തിയ ഒരാൾ വരുന്നു, ആളുടെ മുടി വെട്ടുന്നു, വെട്ടി പൈസ മേടിക്കുന്ന സംഭവം. അപ്പം മുടി വെട്ടി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സീനുണ്ട്, ഒരു ഇമോഷണൽ സീനാണ് ചെയ്യാൻ പറഞ്ഞ് എന്നോട് കാണിക്കാൻ പറഞ്ഞ് അസിസ്റ്റന്റ് പയ്യൻ നിർത്തി. ഞാനത് എന്നെ ആവുന്ന രീതിയിൽ ചെയ്ത് കാണിച്ചു. ഒരു മൊബൈലിലേക്ക് ഇട്ടത്. ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് ചായ കുടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു. ഒരു ചായ തന്നു. ചായ തന്നിട്ട് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ബാർബറിനോടെ കണ്ണൻ സാഗർ എന്ന് എഴുതുക. അയ്യോ, എന്റെ കണ്ണ് നിറഞ്ഞിട്ടേ ഭയങ്കര. കാരണം സുരേഷ് ഗോപി ചേട്ടൻ്റെ കൂടെ അവർ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന സീന, അഭിനയുടെ പറഞ്ഞത് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ അത് ജീവിതത്തിൽ നമുക്ക് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം വരുന്നത്. കണ്ണറിഞ്ഞു, കരഞ്ഞുപോയി, കരഞ്ഞു, ചായ കുടിച്ചിട്ട് കരഞ്ഞു. ഈ കണ്ണന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ ഭയങ്കരമായിട്ട് ഈ ബന്ധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന കൂടുതല. എപ്പോഴും ചിലപ്പോൾ നമ്മള് ചില സുഹൃത്തുക്കളുണ്ട് നമുക്ക് ദിവസവും കാണണമെന്നില്ല അല്ലേ. ചിലരെ നമ്മൾ ദിവസവും കാണും, ചിലരെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കാണും, വർഷം ഒരു 2-3 വർഷം കൂടുമ്പോൾ കാണും. അങ്ങനെ കാണുന്ന ഒരു കൂട്ടുകാരനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ. പക്ഷെ കണ്ണൻ എപ്പോഴും വന്നാലൊന്ന് കെട്ടിപ്പിടിച്ച് കൊടുത്തിട്ട് അങ്ങനെ തരുന്ന. നമ്മള് വന്ന വഴിയില് നമുക്ക് മാതൃകയാകുകയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് വേണ്ടി എടാ ഇന്നടത്ത് ചെല്ല് നിനക്കെന്ന് കിട്ടുമെന്ന് പറയാനും ചില ചേട്ടന്മാരുണ്ട്. അതിലൊരു ചേട്ടനാണ്, അത് മനസ്സിലുണ്ട്. കാരണം അധികം ഒരു സംഭവം ചെയ്തപ്പോ എന്നെ വിളിച്ചു, നേരിട്ട് വിളിച്ചു. ഒരാളെ ഇങ്ങനെ ഒരു സീൽ ചെയ്യുന്നുണ്ട്, നിനക്കൊരു വേഷമുണ്ട്, വന്ന് ചെയ്യണം പറഞ്ഞു. പ്രതിഫലം ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ട് കിട്ടി. കൈ നിറച്ച് കാശ് വന്നു, കൈ നിറച്ച് എനിക്ക് കാശ് വന്നു, പ്രതീക്ഷിക്കലും മേടുത്തു. പക്ഷെ ആ ഒരു മനസ്സ്, അപ്പൊ അവരൊക്കെ ഞാൻ കാണുമ്പോ പിന്നെ ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന ജീവിതത്തിൽ പിന്നെ എന്നെ തല്ലി കൊല്ലുന്നത് തുല്യ മറക്കില്ല. അല്ല, അതൊരു വല്ലാത്തൊരു പലർക്കും ഇല്ല അങ്ങനെ സംഭവം. ചേട്ടാ, ഞാൻ ഒരുപാട് നമ്മള് കലാകാരുടെ ഇടയിൽ ഒരുപാട് പറയുന്ന ഒരു കാര്യമാണത്, ഈ തമ്മിക്കുത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാരവയ്ക്ക്, ഇങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് നടക്കുന്ന. ഒരു സത്യം പറയുന്നുണ്ട്, ഈ പ്രതിഭടന പോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ കലാകാരന്മാരുണ്ട്. ഇവര് ആരെടുത്ത് നോക്കൂ, ഒറ്റ മനുഷ്യൻ ഒരാളെ കുറ്റം പറഞ്ഞാൽ ഇല്ല, ആരും പറയില്ല. ഞങ്ങളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന അതേ ഉണ്ടായിരുന്ന ഒരാൾ പോലും വേറൊരാളെ കുറ്റം പറഞ്ഞില്ല. അവന് അവസരം കൊടുക്കാനേ പറയത്തുള്ളൂ. അതെ, എനിക്ക് കിട്ടിയില്ല. എനിക്ക് അത് ഇപ്പോഴാണ്, ഇപ്പോഴോ അല്ലെങ്കിൽ എനിക്ക് എന്റെ അനുഭവം അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. നമ്മളിങ്ങനെ പരസ്പരം കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റേ അയാള് മോശക്കാരനാണെന്ന് പറയും. അയ്യോ, ചേട്ടനൊക്കെ പാട്ട് പാടി ഹിറ്റായി കഴിയുമ്പോഴോ ഞങ്ങള് മിമിക്രിക്കാരുടെ സോഷ്യൽ കൂടി ഇപ്പം ചേട്ടനൊക്കെ വന്ന് അതിന് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലുണ്ടല്ലോ, അഭിമാനം കൊണ്ട് ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് പൊക്കിയെടുക്കായിരുന്നു. കാരണം നമ്മുടെ കൂടുതൽ നമ്മുടെ ഒരു സഹോദരന് ഇത്രയും വലിയ ഞാനും ശരിക്കും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സിനിമയിൽ പാടുമെന്നും നമ്മൾ വിചാരിക്കണില്ല. മിമിക്രി പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. അപ്പൊ ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ പരിപൂർണമായി നമ്മൾ നമ്മുടെ സമർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുവഴി നമുക്കൊരു വഴി തുറന്നു തരും. അങ്ങനെയാണ്. അപ്പൊ ഇന്നിപ്പോ ഇത്ര സിനിമകൾ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഇന്നിപ്പോ 136 സിനിമ എന്ന് പറഞ്ഞൊരു വലിയ സംഭവം ഒന്നും അല്ല, ഒരു സംഖ്യ അല്ല. നമുക്ക് മുമ്പേ പോയിട്ടുള്ള ആളുകൾ 10,000 പാടിയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ 136 കൊണ്ടിരിക്കണേ. വലിയ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ സംഖ്യയാണ്. കാരണം ഇന്നിപ്പോ ആര് എന്ത് പാടുന്നു, എവിടെ നിന്ന് പാടുന്നു, ആരൊക്കെയാണ് പാടുന്നത് എന്നൊന്നും ആരും അറിയുന്നില്ല. എത്രയോ പടങ്ങൾ പാടിയിട്ടുള്ള പല പിള്ളേരും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ചില പാട്ടുകാരെ പറ്റി നമ്മൾ ഷോയൊക്കെ വരുമ്പോ ഇന്നയാളെ വിളിക്കൂന്ന് പറയുമ്പോഴേക്കും അയാൾ ആരാന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ദൈവം തന്നൊരു നിധി പോലെ, ഒരു വലിയൊരു അനുഗ്രഹം പോലെയാണ് ഇന്നയാളെ വിളിക്കൂ, അല്ലെ ഞാൻ നമ്മളെ പേര് പറയുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത്. അതൊരു വലിയ അനുഭവം. വേദി വരുമ്പോ തന്നെ പ്രത്യേകമായിട്ട് കൈയടിച്ച് സ്വീകരിക്കുന്ന ഒരു അനുഭവം. ഞാൻ
എനിക്കറിയാം. എണ്ണൊക്കെ വരുമ്പോഴേ അല്ല, ചേട്ടനും ആ കാര്യത്തിൽ അനുഗ്രഹീതനാണ്. കാരണം ഇപ്പം TV ഷോസുകളിലൂടെ ആണെങ്കിലും ചേട്ടൻ അത്രയും ഒരു എന്താണെന്നറിയോ, ഞാൻ എന്നെ സംബന്ധിച്ച് അഹങ്കാരത്തിന് മറ്റൊന്നുമല്ല, പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും പുള്ളി ഓവറാണ്, ശകലം ഓവർ കളിക്കുന്ന ആളാ എന്നും പറഞ്ഞ് മാറ്റി നിർത്തി നമ്മളെ ഒരു അവഹേളിക്കുന്നല്ല, വേറെ കാഴ്ചപ്പാടി കാണും ചിലരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത്രേ ഉള്ളൂ. എന്നോട് ഒരു പ്രായമുള്ള ആള് പറഞ്ഞു തന്നെ, നിനക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു അവസരം കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന അവസരം എവിടെയാണോ അവിടെ നീ എന്താന്ന് നീ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നീ തെളിയിക്കുക. നീ ചിരിപ്പിക്കാൻ ജനിച്ചവനാ നീ, അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ആളാ. നീ ചിരിപ്പിക്കാനുള്ള ഏത് രീതിയിൽ ചെയ്യണോ അങ്ങ് ചിരിപ്പിച്ചോണം. അതിനകത്തല്ല നീ ഓവർ കാണിച്ചോ നീ കാണിച്ചോ മറ്റുള്ളവരും പറഞ്ഞോളും. പറഞ്ഞാലും നിന്നെ ആസ്വദിക്കുന്നതിനും നിന്നെ സ്നേഹിക്കുന്നതിനും എന്തിലേക്ക് വന്നിരിക്കും, നിന്നെ ആദരിച്ചിരിക്കും എന്നുള്ളതാണ്. അത് അങ്ങനൊരു വാക്ക് പറഞ്ഞു. നമുക്കിത്രേ ഉള്ളൂ, അവസരങ്ങൾ കിട്ടുന്നത് നമ്മൾ ചെയ്യുക. പക്ഷെ സിനിമയായാലും ഞാനിപ്പോഴും കണ്ണനൊക്കെയും ഒരുപാട് അവസരങ്ങൾ കണ്ണനൊക്കെ കാത്തിരിപ്പുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കലാകാരന് പ്രായമൊന്നും ഒരു വിഷയമല്ല. കാരണം അതിങ്ങനെ വന്നോളൂ, നമ്മുടെ കൂടെ വന്നോളൂ. അപ്പൊ ഇത്തവണ ഓണത്തിന് നമ്മൾ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പാട്ടാണ്, പല്ലവി മാത്രം പാടാം. അത്തം പത്തിനു പൊന്നോണം, നിത്യം പൂക്കളമിനി വേണം, മത്താപ്പൂ വിരിയുമ്പോലൊരു ചിരിയും വേണം. തൃക്കാക്കരെ നിന്നും നമ്മുടെ തൃത്തേവരെഴുന്നള്ളുമ്പോൾ ഇക്കാലം നാം ഒന്നാണെന്നൊരു തോന്നലു വേണം. അത്തം പത്തിനു പൊന്നോണം, നിത്യം പൂക്കളമിനി വേണം, മത്താപ്പൂ വിരിയുമ്പോലൊരു ചിരിയും വേണം. തൃക്കാക്കരെ നിന്നും നമ്മുടെ തൃത്തേവരെഴുന്നള്ളുമ്പോൾ ഇക്കാലം നാം ഒന്നാണെന്നൊരു തോന്നലു വേണം. അടിപൊളി. വിജയമാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.